കൺസോൾ ഇതിൽ ആർ പി എമ്മും ടൈമും. ഇപ്പോൾ ആർ പി എം എത്രയാണ് നമുക്ക് കാണിച്ചിട്ടില്ല. ഓൾറെഡി ഇതിലൊരു ആർ പി എം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആർ പി എം നമുക്കത് മതിയോ ചേഞ്ച് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഡിസ്ക് കറക്കണം. അതെ, അപ്പോൾ ഇത് ഓണാക്കുമ്പം ഡിസ്ക് കറങ്ങി തുടങ്ങും. ഡ്രൈവ് ഓണാക്കിയാൽ ഡിസ്ക് കറങ്ങി തുടങ്ങും. അപ്പോൾ ഇതിന് എത്ര ആർ പി എം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ചെയ്യുന്നത് 400 ആർ പി എം. 400 തൊട്ട് 410 നമ്മൾ സെറ്റ് ചെയ്യും. അതിന് ഈ നോബാണ് അഡ്ജസ്റ്റ് ചെയ്യണം. അഥവാ ഇത് ആർ പി എം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്താണ് ആർ പി എം ചേഞ്ച് ചെയ്യണം. ഇത് നല്ല ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഭയങ്കര സെൻസിറ്റീവ്, അത്യാവശ്യം സെൻസിറ്റീവാണ്. ജസ്റ്റ് ടച്ച് ആയ പോലെ നല്ല രീതിയിൽ ഈ റീഡിങ് ചേഞ്ച് ആവും. ഓക്കെ, ആ 400 തൊട്ട് 410 സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് പാടാണ് ശാല. ശകലം ഓക്കെ. ആർ പി എം ഞാൻ ഇപ്പോൾ എത്ര സെറ്റ് ചെയ്തിരിക്കണോ അതാണ് ഇതിൽ. ഇപ്പം 410. പക്ഷേ ഇത് ഓഫ് ആണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്താൽ ആർ പി എം ചേഞ്ച് ആവും. എത്രയാണ് ചേഞ്ച് ആയത്, എത്രയാണ് സെറ്റാക്കിയിരിക്കണമെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഓക്കെ, അടുത്ത ടൈം നമ്മൾ പിന്നിന്, അതായത് നിങ്ങളുടെ സ്പെസിമിന് 1000 മീറ്റർ സ്ലൈഡിങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതായത് 400 ആർ പി എമ്മിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1000 മീറ്റർ സ്ലൈഡിങ് ഡിസ്റ്റൻസ് ആയിട്ട് കവർ ചെയ്യാനുള്ള ടൈം 11.37 മിനിറ്റ്. ഓക്കെ, അതാണ് നമ്മളിവിടെ ടൈമറിൽ കൊടുക്കുന്നത്. ഇനി അഥവാ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ, നിങ്ങൾ പ്രോജക്റ്റിന് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ടൈം തെറ്റായിട്ടാണ് കിടക്കുന്നത്, ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഇതിന് സ്ക്വയർ ബട്ടൺ ഇല്ലേ, അത് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഇത് ബ്ലിങ്ക് ആവുന്ന സമയത്ത് അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കൂടും, ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കുറയും. ഓക്കെ, 11.3 ആണ്. ഓക്കെ, ടൈം സെറ്റായി. അപ്പോൾ ടൈമും ആർ പി എമ്മും സെറ്റായി കഴിഞ്ഞു. ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സ്പെസിമെൻ സെറ്റ് ചെയ്യണം. നമ്മളെ സ്പെസിമെൻ ഇതിലോട്ട് ലോഡ് ചെയ്യണം. ഓക്കെ, ഷെയർ ചെയ്യും. സ്പെസിമെൻ അടുത്തത് ഈ ലിവറാണ് നമ്മളെ സ്പെസിമെൻ ഹോൾഡ് ചെയ്യുന്നത്, ലോഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലിവറിൻ്റെ ജസ്റ്റ് ഈ പിന്നിനെ അങ്ങ് ഇൻസെർട്ട് ചെയ്തു. ഇപ്പം പിന്നെ ഡിസ്കിൽ ടച്ച് ആയിട്ട് നിൽക്കുകയല്ലേ, അങ്ങനെ ടച്ച് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് യൂസ് ചെയ്യാറില്ല. കറക്റ്റ് നടുക്ക് വരുമ്പോൾ ലെവലായി. ഇതിനെ ഇതിൽ വെച്ച് ലെവല് നോക്കി അലൈൻ കീ വെച്ച് ടൈറ്റ് ചെയ്യും. അലൈൻ കീ വെച്ച് സ്റ്റാർട്ട് ടൈറ്റ് ആക്കും. ഓക്കെ, കറക്റ്റ് ലെവൽ നോക്കിയിട്ട് അതേ രീതിയിൽ നമ്മൾ പഠിക്കണം. 2 സൈഡിൽ ആള് അതേപോലത്തെ സെറ്റപ്പ്, അതേ മെക്കാനിസം. പേര് പിന്നോൺ ഡിസ്ക് ട്രൈബോമീറ്റർ. ഓക്കെ, ഇത് പക്ഷേ ഹൈ ടെമ്പറേച്ചർ പിന്നോൺ ഡിസ്ക് ട്രൈബോമീറ്റർ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. കാരണം ഇത് കൂടെ നമുക്ക് PhD സ്റ്റുഡൻസിന് വേറെ ആർക്കെങ്കിലും ഒക്കെ ടെമ്പറേച്ചർ, അതായത് മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ചെയ്ത് വരും. അങ്ങനെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. ഇതൊരു ചെറിയ റഫാണ്. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റൊക്കെ ഇതോ അതിൻ്റെ ഇരിക്കുന്നതിൻ്റെ അവിടെ ഉണ്ടോ കണ്ട, ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഈ മെഷീൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 400 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കാം. ആംബിയൻറ്റ് തൊട്ട് 400 ഡിഗ്രി വരെ. ഓക്കെ, ബാക്കി അതിൻ്റെ ഡിസ്കിൻ്റെ സൈസും മാക്സിമം ആർ പി എം 1200 ആർ പി എം വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ.
പിന്നെ സെറ്റ് ചെയ്ത് കേട്ടോ, പിന്നെ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ലോഡാണ് കൊടുക്കണം. ലോഡ് കണ്ട ഇവിടെ ഒരു ലോഡ് പാൻ ഉണ്ട്. ഇതാണ് 20 ന്യൂട്ടൻ്റെ പടി, അല്ലെങ്കിൽ 20 ന്യൂട്ടൺ ലോഡിൻ്റെ വെയിറ്റ്. ഓക്കെ, ഈ വെയിറ്റ് നമ്മൾ ഈ ലോഡ് പാനിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യണം? 20 ന്യൂട്ടൺ ലോഡ് താഴോട്ട് ഈ പുള്ളി വഴി നേരത്തെ പറഞ്ഞ പോലെ സീസോ പോലെ ആയതുകൊണ്ട് ഇതിനെ മുകളിലോട്ടല്ലേ വലിക്കണം. ഈ സൈഡ് മുകളിലോട്ട് വരുമ്പോൾ 20 ന്യൂട്ടൺ അവിടെ പിന്നെ താഴോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ 20 ന്യൂട്ടൺ കൊടുത്തോണ്ടിരിക്കണം. അത് പൊക്കാന്ന് പറയാൻ പറ്റും, ചെറിയൊരു വെയിറ്റ്. ഈ സൈഡിൽ 20 ന്യൂട്ടൺ കൊടുത്താണ് ഡിസ്കിൽ ഇപ്പം ടച്ച് ചെയ്ത് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിയും. ഇനി ഇതിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല. സിസ്റ്റത്തിലോട്ട് ഡേറ്റ കിട്ടുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ഇതാണ്. ഇതിൻ്റെ പേരാണ് ലോഡ് സെൽ. UTM ലോഡ് സെൽ. UTM ഒക്കെ യൂസ് ചെയ്ത് UTMലൊക്കെ പോയിട്ടുണ്ട്. UTM മെഷീൻ, അതിലൊരു ലോഡ് സെല്ലുണ്ട്. എല്ലാത്തിലും ഒരു ലോഡ് സെല്ലുണ്ട്. അത് നിങ്ങൾ UTMൽ ഇതേപോലെ അല്ലല്ലോ ലോഡ് കൊടുക്കുന്നത്, മെഷീൻ തന്നെയാണ്. അതിനാണ് ആ ലോഡ് സെൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് റീഡിങ് കിട്ടുന്നത്. ഞാൻ ഇവിടെ നോക്കിയോ, ഇപ്പോൾ ഇവിടെ 000 എന്നല്ലേ എഴുതിയിരിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ റീഡിങ് ചേഞ്ച് ആയ ഞാൻ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ റാപ്പിഡായിട്ട് ചേഞ്ച് ആയി. ഓക്കെ, ഞാൻ വിടുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ പഴയതല്ലോ പിന്നെ അതേപോലെ. അപ്പോൾ ഇതാണ് നമുക്ക് ഡേറ്റ. ഇത്ര. ഇനി അടുത്ത് നമുക്ക് സിസ്റ്റത്തിലാണ്. ഓപ്പൺ ചെയ്യും, കണ്ടിന്യൂ. ഇനി നമ്മൾ മാനുവലിയാണ് ലോഡ് കൊടുക്കുന്നത്. UTMലെ പോലെയല്ല, 20 ന്യൂട്ടൺ നമ്മളാണ് കൊടുത്തത്. അപ്പോൾ ഇതിന് അപ്ലൈഡ് ലോഡ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 40 ന്യൂട്ടണാണ്. അത് ലാസ്റ്റ് അവർ ടെസ്റ്റ് ചെയ്ത ലോഡാണ് 40 ന്യൂട്ടൺ. സിസ്റ്റം എപ്പോഴും 40 ന്യൂട്ടൺ എന്നാണ് നടക്കുന്നത്. അത് ചേഞ്ച് ചെയ്ത് നമ്മൾ 20 ന്യൂട്ടണാകും. അപ്പോൾ ഓരോ മെഷീൻ ഓരോ കാലിബ്രേഷൻ കേട്ടിട്ടുണ്ടോ? കാലിബ്രേറ്റ് ചെയ്യണം. അതേപോലെ ഇതിന് ലോഡ് കാലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ കാലിബ്രേഷൻ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ചാനൽ ടു അപ്ലൈഡ് ലോഡ് എന്ന് എഴുതിയിരിക്കണം. അതിൽ 40 ന്യൂട്ടൺ. ഇതിനെ മാറ്റി 20 ന്യൂട്ടൺ ആക്കണം. കാരണം 20 നമ്മൾ കൊടുത്ത ലോഡാണ്. ഈ ഓഫ്സെറ്റ് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓഫ്സെറ്റ് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ 5 ന്യൂട്ടൻ്റെ ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 0.488. അങ്ങനെ ആകുമ്പോൾ 20 ന്യൂട്ടൻ്റെ ഓഫ്സെറ്റ് എത്ര? 0.488 × 4. 0.488 × 4. അത് ചെയ്തിട്ട് 1.952 എന്ന് കിട്ടും IP. അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. 0.952 എൻ്റർ അടിക്കുക, ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ 20 ന്യൂട്ടൺ. ഒന്നും ഇങ്ങനെ ചെയ്യാം. ഇല്ല, നിങ്ങൾ 0.488 മറന്നു പോകുന്നത്. 0.488 എന്ന് പറഞ്ഞാൽ 5 ന്യൂട്ടൻ്റെ ഓഫ്സെറ്റ്. 0.488 അടിച്ച് കഴിഞ്ഞാൽ 5 ഇതും പറഞ്ഞാൽ അതും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ലോഡ് ഇവിടെ ഓൾറെഡി 20ആണ്, 25 പോകണം. അപ്പോൾ ഈ ഓഫ്സെറ്റ് എന്തായാലും കൂടുതലേ ഉള്ളൂ. അപ്പോൾ ഈ മുകളിൽ താഴെ ഒരു ആരോ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മുകളിലെ താഴെ ഇവിടെ നീ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ലോഡ് ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ 25 30 കാൽക്കുലേറ്റ് മറന്നു പോകണമെങ്കിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്യണം. ഓക്കെ, 20 ആയി. അടുത്തത് എക്സിറ്റ് അടിക്കും. പക്ഷേ ഇത് നിങ്ങൾ ഭയങ്കര പാടാണ്. എന്നുവെച്ചാൽ ഓരോ പോയിന്റ് 0.001 കൂടിയേ വരും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പം. പിന്നെ അവിടെ വിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കണ ലോഡല്ലേ, അവിടെ കൊടുക്കുന്ന ലോഡ്, അതായത് ഇവിടെ വരണം ലോഡ് 20 അവിടെ വരണം. ഇപ്പം നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ 40 ആയിരുന്നു. കാരണം അവർ ലാസ്റ്റ് എൻട്രിക്കാർ ചെയ്തത് 40 അവിടെ ഇട്ടു. 5 ന്യൂട്ടന് 0.488. 5 ന്യൂട്ടന് 0.488. എക്സിറ്റ് ഒരു സെക്കൻഡ് ക്ലിക്ക് ചെയ്ത് വിട്ടു. റാസിന് ഡെൻസിറ്റി എത്ര? ഡെൻസിറ്റി എത്ര? റാസിന് കാണാതെ അപ്ലൈഡ് ലോഡ് 20 ന്യൂട്ടറായി. ഓക്കെ, നോക്കണം. അപ്ലൈഡ് ലോഡ് നേരത്തെ 40 ആയിരുന്നു, 20 ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ. അപ്പം സ്റ്റാർട്ട് ഡേറ്റ ലോയും കൊടുക്കും. ഡേറ്റ കളക്ട് ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇനി ഒരു ഫയലിൻ്റെ പേര് കൊടുക്കണം. നിങ്ങൾ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കും. ആ ഫയലിൽ ഡേറ്റ എല്ലാം സേവ് ആവും. അത് ഉള്ളത് കൂടുതലല്ലേ, അതിനകത്തൊരു പേര്
അപ്പോൾ ഓക്കെ അടിച്ച സമയം തൊട്ട് ഓരോ സെക്കൻഡിലും ഡാറ്റ കളക്ട് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇത് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ നിങ്ങളെ ഫയൽ തുറക്കാൻ നേരത്ത് 0000 എന്ന് പറഞ്ഞ ഡാറ്റ ആണ്. കാരണം ഓരോ സെക്കൻഡ് നമുക്ക് ഡാറ്റ ലോഗിങ് ഇൻ്റർവൽ ഓരോ സെക്കൻഡാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവ ഓക്കെ അടിച്ചില്ലേ നേരത്തെ, പേര് കൊടുത്ത് ഓക്കെ അടിച്ച് ഈ പേജ് വരുമ്പോൾ തന്നെ മാക്സിമം ഇത് രണ്ടും ഓണാക്കാൻ നോക്കണം. അതായത് ഈ RPM ടൈമും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ടൈം സ്റ്റക്കായിരിക്കും, സ്റ്റാർട്ടായില്ല, ഒന്നുകൊണ്ട് ആക്കിയാലോ പറ്റും. ടൈം ഫുള്ള് പോയിട്ട് വേണം, അപ്പോൾ ടൈം സ്റ്റാർട്ടാവും. ഇന്ന് ഇത് ടൈമാണ്, കൗണ്ട് ഡൗൺ 11.2 11.1 അങ്ങനെ ഇത് 0 ആവും. 11.2 11.1 അങ്ങനെ കുറഞ്ഞ് ഇത് 0 ആവും. 0 ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ക് നിൽക്കും. തന്നെ ഡിസ്ക് നിൽക്കും, സ്റ്റോപ്പ് ആവും. അപ്പോൾ നീ ഇതിൻ്റെ സ്റ്റോപ്പ് ഡാറ്റ അത്രേ ഉള്ളൂ. ടെസ്റ്റ് പിന്നെ ഡാറ്റയുടെ കാര്യം ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ 0000 വാല്യൂസ് മാറി കിട്ടും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസ് ഇതുവരെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞേ, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫ്രിക്ഷനും ഒന്നും നടന്നിട്ടില്ല, അവിടെ വേറെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഡിലീറ്റ് അടിച്ചായി. ഓക്കെ, അപ്പം ഇത് ടൈം, ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇതറിയാലോ 20 എന്ന് തോന്നുന്നു. ലോഡ് 20 ലോഡ്, ഇത് ടൈം, ഫ്രിക്ഷണൽ ഫോഴ്സ്, ലോഡ്, ഇത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ഇവിടെ ടോട്ടൽ സെലക്ട് ചെയ്തിട്ട് ആവറേജ് എടുത്ത് കഴിഞ്ഞാൽ ആവറേജ് കോഎഫിഷ്യന്റ്. നീ എന്തിനാണ് അങ്ങനെ കടിക്കുന്നത്? ആവറേജ് ഇതിൽ തന്നെ ചെയ്യും. ഇത് ഫോഴ്സ്, ഇതെന്തായിരുന്നു? അതൊന്നുമില്ല, ഇതല്ല, ഇത് ടൈം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നീ സേവ് ചെയ്തു ഫയൽസിൽ, സേവ് ആസ് ഡെസ്ക്ടോപ്പ് വരും.